സിനിമാ സമരവും തർക്കവും പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു. ഇത് എമ്പുരാൻ സിനിമയ്ക്ക് തിരിച്ചടിയാകുമോ? പുതിയ നിർദ്ദേശവുമായി ഫിലിം ചേംബർ രംഗത്ത് വന്നിരിക്കുന്നു. മാർച്ച് 25 മുതലുള്ള ഫിലിം റിലീസുകൾക്ക് കരാർ ഒപ്പിടുന്നതിന് അനുവാദം വാങ്ങണമെന്നാണ് ഫിയോക് ഉൾപ്പെടെയുള്ള സിനിമാ സംഘടനകൾക്ക് ഫിലിം ചേംബർ കത്ത് നൽകിയിരിക്കുന്നത്. കൂടാതെ സൂചനാ പണിമുടക്ക് നടത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ വരുന്ന മാർച്ച് 27 തന്നെയാണ് എമ്പുരാൻ തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എമ്പുരാൻ മാത്രമല്ല, മറ്റു ഫിലിം റിലീസുകളെയും ഇത് ബാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഫിലിം റിലീസുമായി സംബന്ധിച്ച് തിയേറ്റർ ഉടമകൾ, അതോടൊപ്പം തന്നെ വിതരണക്കാർ ഉൾപ്പെടെയുള്ളവർ ചില കരാറിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട്. അത്തരം കരാറിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് ഫിലിം ചേംബറിൻ്റെ അനുവാദം വാങ്ങി വേണമെന്നാണ് സുരേഷ് കുമാർ അടങ്ങിയ സമിതിയുടെ നിലപാട്. സൂചനാ പണിമുടക്കിന് പിന്നാലെ സർക്കാരുമായി ചർച്ച നടത്തും. ആ ചർച്ചയിൽ ധാരണ വരികയാണെങ്കിൽ സമരത്തിൽ നിന്ന് പിന്മാറും. അതല്ല, ധാരണ എത്തിയില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് ഫിലിം ചേംബറിൻ്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ കരാർ ഒപ്പിട്ട സിനിമകൾ പ്രദർശിപ്പിക്കാതിരിക്കുമ്പോൾ ചില നിയമപ്രശ്നങ്ങൾ വരാനിടയുണ്ട്. ഇത് ഒഴിവാക്കാനാണ് ഫിലിം ചേംബർ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് അനുവാദം വാങ്ങണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ 25-ന് ശേഷമുള്ള സിനിമകളെന്ന് പറയുമ്പോൾ തൊട്ടു പിന്നാലെ വരുന്ന സിനിമയാണ് ആന്റണി പെരുമ്പാവൂരിൻ്റെ എമ്പുരാൻ. എന്നാൽ ഇത് എമ്പുരാനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും മാർച്ച് 25-ന് ശേഷം ഇറങ്ങുന്ന എല്ലാ സിനിമകളെയും ബാധിക്കുന്ന പ്രശ്നമാണെന്നുമാണ് ഭാരവാഹിയും ഫിലിം ചേംബറിൻ്റെ സെക്രട്ടറിയുമായ സജി നന്ദിയാട്ടിൻ്റെ നിലപാട്. അദ്ദേഹം തന്നെയാണ് മറ്റു സിനിമാ സംഘടനകൾക്ക് ഇത് വിശദീകരിച്ചുള്ള കത്തയച്ചിരിക്കുന്നത്. മാർച്ച് 25-ന് ശേഷം സിനിമകൾ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഫിലിം ചേംബർ കൂടി ഭാഗമാകേണ്ടി വരും. അത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫിലിം ചേംബറിൻ്റെ ഈ നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്.